എന്തുകൊണ്ടെന്ന് ചോദിക്കുവാൻ ശാസ്ത്ര പരിഷത്തുകൾക്ക് ഇപ്പോഴും ബ്രാഹ്മണ ബീജത്തിന്റെ കണക്കെടുപ്പ് നടത്തുന്ന അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് കൊച്ചുകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച മതഭ്രാന്തന്മാർക്ക് ജാതിയിൽ ഞാൻ ഇപ്പോഴും താണവനാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന അന്തം കമ്മി സാംസ്കാരിക ഇടതുവലത് ജിഹാദി നാവുകൾക്ക് കഴിയില്ല. കാരണം ഇങ്ങനെയൊക്കെ ചോദിച്ച് കവലതോറും നടന്ന ഇക്കൂട്ടർ തലമുറയെ വഴിതെറ്റിച്ചതിന്റെ തെളിവാണ് ഇന്ന് കാണുന്ന ഈ അധപ്പതനം. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കേരളത്തിലെ ഓരോ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയാനകമായ പൊട്ടിത്തെറിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ദുരന്ത വാർത്ത അറിയുന്നത്. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ കൂട്ടുത്തരവാദിത്തം ഇല്ലായ്മ തന്നെയാണ്. അമ്മ അമ്മയുടെ വഴി, അച്ഛൻ അച്ഛന്റെ വഴി. അച്ഛൻ മദ്യപാനിയാണ് എങ്കിൽ അമ്മ അവരുടേതായ ഇഷ്ടങ്ങൾ അനുസരിച്ച് സ്വതന്ത്രയായി ജീവിക്കുന്ന നവോത്ഥാന രീതിയായിരിക്കും. അവിടെയാണ് കുട്ടികൾ അനാഥമായി പോകുകയും ആരും ശ്രദ്ധിക്കാനില്ലാതെ പെട്ടെന്ന് തന്നെ വഴിതെറ്റി പോകുന്ന ഒരു കൂട്ടത്തിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത്. ആ വഴി തെറ്റിച്ചെല്ലുന്ന കൂട്ടത്തിലേക്ക് ചെന്നെത്തിപ്പെടുമ്പോൾ സ്നേഹം കൊണ്ട് കീഴടക്കുകയാണ് എന്ന് ആദ്യം ആ കുട്ടികൾ വിചാരിക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം ലഹരിയും ശാരീരികമായി മുതലെടുക്കലും മാത്രമായിരിക്കും. അങ്ങനെ കുട്ടികൾ പുറത്തു പറയാൻ പറ്റാത്ത വിധം വീർപ്പുമുട്ടി ജീവിക്കുന്ന എത്രയോ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നെങ്കിൽ മാതാപിതാക്കളെ ഭയന്ന്, അതല്ലെങ്കിൽ അവരെ സംരക്ഷിക്കും എന്ന് വിചാരിച്ച് ചെന്നെത്തിപ്പെട്ടവരുടെ ചതിയിൽ നിന്നും ഭയത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെടാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പുമുട്ടി ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. അമ്മയും അച്ഛനും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രക്തഹാരങ്ങൾ ചാർത്തി പങ്കാളികളായി തലമുറയെ സൃഷ്ടിച്ചു എന്നതിനപ്പുറം ഉത്തരവാദിത്തം എന്നൊന്ന് അവർക്കില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം പാർട്ടിക്ക് വേണ്ടി കൊലപാതകം, ന്യായീകരണം, കുൽസിത പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ കുട്ടികളാണ് ഈ നരകത്തിൽ പെട്ടുപോകുന്നത്. മാതാപിതാക്കളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ പല വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് കുരുന്നു ബാല്യങ്ങളുടെ സന്തോഷകരമായ ജീവിതമാണ്. പണ്ട് കാലത്തെ അധ്യാപകരും നമ്മുടെ അയൽവക്കത്തുള്ള മുതിർന്ന ആൾക്കാരെയും എന്തൊരു ഭയമായിരുന്നു. അന്നത്തെ കാലത്തെയുള്ള കുട്ടികൾക്കൊക്കെ സ്വന്തം മാതാപിതാക്കളെ പോലെ അവരെയും അവർ ബഹുമാനിച്ചിരുന്നു, അവർ അനുസരിച്ചിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ കുട്ടികൾ തൻ്റെ പരിസരം വിട്ട് മറ്റൊരിടത്തേക്കും തന്നെ പോകാറുമില്ല. പോയാൽ തന്നെ കൃത്യസമയത്ത് തന്നെ അവർ വീട്ടിൽ തിരിച്ചെത്തും. ചുറ്റും തന്നെ നിരീക്ഷിക്കാനുള്ള കണ്ണുകൾ ഉണ്ട് എന്ന ഭയത്താൽ. എന്നാൽ ഇന്നോ അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുന്ന വാക്കുകൾ തീർത്തുകളയും. പ്രിൻസിപ്പാളെ, നായിൻ്റെ മോനെ, പലതന്തയ്ക്ക് പിറന്നവനെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ, കുഴിമാടം തീർക്കൽ, നീയും ഞാനും എങ്ങനെയുണ്ടായി എന്ന് വരച്ചു കാട്ടുന്ന ഫ്ലെക്സ് വെക്കൽ, റാഗിങ്, കുട്ടികളെ വഴിതെറ്റിക്കുന്ന കലാലയ രാഷ്ട്രീയം. പിന്നെ എങ്ങനെയാണ് ഈ അധ്യാപകർ കുട്ടികളെ പിന്നെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അതിൻ്റെ റിസ്ക് ആരും ഏറ്റെടുക്കില്ല. അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള പലരും കുട്ടികളെ ജീവനിൽ ഭയന്ന് ആരും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. ഇതാണ് സത്യം. മാറേണ്ടത് കുട്ടികൾ മാത്രമല്ല, വഴികാട്ടികളാണ് എന്ന് പറയുന്ന മാതാപിതാക്കളും പൊതുസമൂഹവുമാണ്, രാഷ്ട്രീയക്കാരുമാണ്. നോക്കി നിൽക്കരുത്, കൈവിട്ടു പോകും നമ്മുടെ മക്കൾ. പ്രബുദ്ധത കൂടി നവോത്ഥാനത്തിന്റെ അടയാളമായി സൃഷ്ടിച്ച് ചവിട്ടിത്തേച്ച നാക്കറക്കുന്ന കവാടമല്ല യഥാർത്ഥ നവോത്ഥാനം. നമ്മുടെ തലമുറയെ രക്ഷിക്കലാണ്. മയക്കുമരുന്നിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന്. അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്.